ഒരു കഥ പറയാം. കഥയുടെ പേര് മഞ്ഞ് മൂടിയ താഴ്വര. ഏലച്ചെടികളെ വകഞ്ഞു മാറ്റി ചെറിയ ടോർച്ചിൻ്റെ മിന്നാമിനുങ്ങ് വെളിച്ചത്തിൽ നോബിൻ മുന്നേ നടന്നു. പിന്നാലെ ബെൻസനും. 15 അടിയോളം ഉയരത്തിൽ തിങ്ങി നിറഞ്ഞ് വളർന്നു നിൽക്കുന്ന ഏലക്കാട്ടിലൂടെ കുറ്റാക്കുറ്റിരുട്ടിൽ കിടുകിടാക്കിടുങ്ങുന്ന തണുപ്പുള്ള അർദ്ധരാത്രി കഴിഞ്ഞ് 1 മണി സമയത്ത് 2 യുവാക്കൾ നോബിനും ബെൻസനും താഴ്വരയുടെ അടിത്തട്ടിലേക്ക് മെല്ലെ ചുവടുകൾ വെച്ചു മുന്നോട്ട് നീങ്ങി. നോബിൻ്റെ കാലിൽ ഒരു തണുത്ത സ്പർശം അനുഭവപ്പെട്ടു. കാലിൽ ഒരു കുളയറ്റ പിടിമുറുക്കിയതാണ്. ടോർച്ചിൻ്റെ വെളിച്ചം അട്ടയുടെ മേൽ പതിച്ചുകൊണ്ട് ഇരുവരും നോക്കി നിന്നു. അട്ട രക്തം കുടിച്ചു തുടങ്ങിയതും കാലിൽ നിന്ന് പിടിവിട്ട് നിലത്ത് വീണ് ചത്തു. നോബിൻ്റെ രക്തത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. കൊതുകുകൾ നോബിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം കുടിച്ചു തുടങ്ങിയാൽ ഉടൻ ചത്തു വീഴും. ഏത് ജീവിയുടെ നാവിൽ നോബിൻ്റെ രക്തം സ്പർശിച്ചാൽ മതി, ഉടൻ മരണം സംഭവിക്കും. കൂട്ടുകാരിൽ ഒരാളുടെ ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു ഇരുവരും. ബിയറും മദ്യവും ഭക്ഷണവും എല്ലാം ഉണ്ടായിരുന്നു. രാത്രി ആഘോഷം നടക്കുന്നതിനിടയിലാണ് റോയ്സൺ സാഹിബിനെക്കുറിച്ച് സംസാരമായത്. കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, ഈ സമയത്ത് സാഹിബിൻ്റെ താഴ്വരയിൽ ബംഗ്ലാവിൽ പോകാൻ ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? മദ്യലഹരിയിലായിരുന്ന നോബിനും ബെൻസനും ആ വെല്ലുവിളി ഏറ്റെടുത്തു. റോയ്സൺ സാഹിബിൻ്റെ താഴ്വരയിലേക്ക് അവർ പുറപ്പെട്ടു. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ആരും കണ്ടിട്ടില്ലാത്ത, കാണാൻ പോയവർ മടങ്ങി വന്നിട്ടില്ലാത്ത, രാപ്പകലില്ലാതെ ഏത് കാലാവസ്ഥയിലും എപ്പോഴും മഞ്ഞിൽ മറിഞ്ഞു കിടക്കുന്ന താഴ്വരയുടെയും റോയ്സൺ സാഹിബിൻ്റെയും നിഗൂഢതകൾ തേടി ഇരുട്ടിൻ്റെ ഭീകരത ജനിപ്പിക്കുന്ന നിശബ്ദതയിൽ അവർ മുന്നോട്ട് നീങ്ങി. നോബിനും ബെൻസനും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ശക്തിയേറിയ പ്രകാശം അവരുടെ മുഖത്ത് പതിച്ചപ്പോൾ കണ്ണുകൾ അടഞ്ഞുപോയി. സായിപ്പന്മാരുടെ കാലഘട്ടത്തിൽ നിർമ്മിതമായതാണ് സൂസന്ന എസ്റ്റേറ്റ്. റോയ്സൺ സാഹിബായിരുന്നു എസ്റ്റേറ്റ് ഉടമ. സാഹിബിൻ്റെ ഭാര്യയുടെ പേരാണ് സൂസന്ന. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. വെള്ളക്കാരെല്ലാം രാജ്യം വിട്ടു പോയിട്ടും റോയ്സൺ സാഹിബ് പോയില്ല. അതിന് കാരണം 2ആണ്. സൂസന്ന മരിച്ച് മണ്ണടിഞ്ഞത് ഇവിടെയാണ്. 200-ലധികം ഏക്കർ എസ്റ്റേറ്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സാഹിബിനുണ്ട്. അന്നത്തെ നാട്ടുരാജാവുമായി സൗഹൃദത്തിലായിരുന്ന സാഹിബ് രാജാവിൽ നിന്നും എഴുതി വാങ്ങിയ അവകാശപത്രം സാഹിബിൻ്റെ കൈവശമുണ്ട്. തന്നെയുമല്ല, സാഹിബിന് ഇവിടം വിട്ടു പോകാൻ താല്പര്യമില്ല. റോയ്സൺ സാഹിബ് മരിച്ചതായി ഒരു അറിവുമില്ല. രാജ്യം വിട്ടു പോയതായി ആർക്കും അറിയില്ല. ഒരു തെളിവുമില്ല. അപ്പോൾ പിന്നെ സാഹിബ് എവിടെ പോയി? എസ്റ്റേറ്റിൻ്റെ കവാടം കടന്ന് മുന്നോട്ട് പോയാൽ ഒരു ബംഗ്ലാവ് കാണാം. അതിനുള്ളിൽ ഓഫീസുകളും പിന്നെ മാനേജർ ജെയിംസ് ക്യാപ്റ്റനും സൂപ്പർവൈസർ ചന്ദ്രന്മാരാരും. ആ ബംഗ്ലാവിലാണ് താമസം. ബംഗ്ലാവ് കഴിഞ്ഞാൽ പിന്നങ്ങോട്ട് ഷീറ്റ് മേഞ്ഞ ചെറിയ ചെറിയ വീടുകളാണ്. അതിലൊക്കെ ഏലത്തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നു. എസ്റ്റേറ്റിൻ്റെ മധ്യഭാഗം പൊയ്കയാണ്. ചുറ്റാകെ ഉയർന്ന മലനിരകളുടെ നടുവിലായി ആ താഴ്വരയിലാണ് റോയ്സൺ സാഹിബിൻ്റെ ബംഗ്ലാവ്. ഇന്നത്തെ പോലെ എപ്പോഴും മഞ്ഞു മൂടിയ അവസ്ഥ ആയിരുന്നില്ല അന്ന്. ഒരു നാൾ തോട്ടം തൊഴിലാളികൾ കയ്യിൽ കിട്ടിയ ഇതൊക്കെയും എടുത്തുകൊണ്ട് സ്വന്തം നാടുകളിലേക്ക് പോയ കാരണം ഏറെ നാളായി സാഹിബിനെ കാണാനില്ല. ഇപ്പോൾ മാനേജർ ജെയിംസിനെയും സൂപ്പർവൈസർ ചന്ദ്രന്മാരെയും കാണാനില്ല. അതിനുശേഷം 2 വർഷങ്ങൾ കണ്ട് എസ്റ്റേറ്റ് കാട് കയറി. സാഹിബിൻ്റെ ബംഗ്ലാവ് നിൽക്കുന്ന പൊയ്ക മാന്ത്രിക ശക്തിയാൽ മഞ്ഞിൽ മറയപ്പെട്ടു. ഒരു നാൾ പോലീസും വനംവകുപ്പും ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സംഘം എസ്റ്റേറ്റിലേക്ക് കടന്നു. ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ബംഗ്ലാവിനുള്ളിൽ ഫർണിച്ചർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനവും ഇപ്പോൾ ഇല്ല. അഴുക്കും പൊടിയും മാറാലയും പിടിച്ച് ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരുന്നു ബംഗ്ലാവ്. തൊഴിലാളികളുടെ ലയങ്ങൾക്ക് ഉൾവശവും ശൂന്യമായിരുന്നു. ഭിത്തികളുടെ ഭാഗങ്ങൾ ഇടിഞ്ഞും
മേൽക്കൂരയുടെ ഷീറ്റുകൾ പൊട്ടിയും പൊളിഞ്ഞും കാണപ്പെട്ടു. ഇപ്പോൾ ലയങ്ങൾ കാട്ടുമൃഗങ്ങളുടെ വാസസ്ഥലമാണ്. അന്വേഷണ സംഘം മഞ്ഞ് മൂടിയ താഴ്വരയിലേക്ക് നീങ്ങി. വനപാലകരായ ആയുധധാരികൾ മുന്നേ നീങ്ങി. പിന്നാലെ തോക്കുധാരികളായ പോലീസും. അവർ സായിപ്പിൻ്റെ ബംഗ്ലാവ് കണ്ടെത്തി. ബംഗ്ലാവിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും ഇപ്പോഴും ഉപയോഗിക്കുന്നതായി കാണപ്പെട്ടു. പലരുടെയും മനസ്സിൽ ദുരൂഹമായ പല സംശയങ്ങളും തോന്നിയെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല. ഇപ്പോഴും ആൾതാമസം ഉള്ളതുപോലെ തന്നെ. പൊയ്കയിൽ നിന്ന് അവർ പുറത്തു വന്നപ്പോൾ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെ കാണാനില്ല. പോലീസും വനപാലകരും മണിക്കൂറുകൾ തെരച്ചിൽ നടത്തിയതിൻ്റെ ഫലമായി കാണാതായ ആളിൻ്റെ മൃതദേഹം കണ്ടുകിട്ടി. കഴുത്തിൽ 2 മുറിപ്പാടുകളിൽ രക്തം ഉണങ്ങിപ്പിടിച്ചിരുന്നു. 200-ലധികം ഏക്കറുള്ള സായിപ്പിൻ്റെ എസ്റ്റേറ്റ് വനഭൂമിയായി എഴുതപ്പെട്ടു. ഉദ്യോഗസ്ഥർ മടങ്ങി. ആ മഞ്ഞ് മൂടിയ താഴ്വരയിൽ ഒറ്റയ്ക്ക് അബദ്ധവശാൽ എത്തിപ്പെട്ടവർ പോലും മടങ്ങി വന്നിട്ടില്ല. ഏലക്കായ, പഴവർഗ്ഗങ്ങൾ, വിറക്, അങ്ങനെ പലവിധ സാധനങ്ങൾ ശേഖരിക്കാൻ അടുത്തുള്ള ഗ്രാമവാസികൾ ഒന്നിലധികം പേർ ഒരുമിച്ച് എസ്റ്റേറ്റിലേക്ക് പോയാൽ തന്നെയും മഞ്ഞ് മൂടിയ പൊയ്കയുടെ അടുത്തേക്ക് പോകാറില്ലെങ്കിലും പലരും എസ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിൽ വച്ചും പലതവണ റോയ്സൺ സാഹിബിനെ കണ്ടിട്ടുണ്ട്. പൊയ്കയിൽ എത്തുന്നവർ എങ്ങോട്ട് പോകുന്നു, അവർക്കെന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. സായിപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ചിലർ പറയുമ്പോൾ മറ്റു ചിലർ പറയുന്നു സായിപ്പിൻ്റെ പ്രേതമാണ്. റോയ്സൺ സായിപ്പ് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? നിങ്ങളും വരൂ, നമുക്ക് പോയി നോക്കാം. 60 വയസ്സായ സായിപ്പിന് വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശരീരത്തിന് അനുഭവപ്പെട്ടപ്പോൾ മാനേജർ ജെയിംസ് ഒരു നാട്ടുവൈദ്യനെ ഏർപ്പാടാക്കി കൊടുത്തു. നാരായണക്കുറുപ്പ് വൈദ്യർ. എല്ലാവരും ചുരുക്കി വിളിക്കും കുറുപ്പ് വൈദ്യർ. ആരോഗ്യവും ആയുസ്സും വീണ്ടെടുത്ത് വൃദ്ധനെയും ചെറുപ്പമാക്കുന്നയാളാണ് കുറുപ്പ് വൈദ്യർ. വൈദ്യത്തിൽ പ്രഗത്ഭനാണെങ്കിലും ആളൊരു മാന്ത്രികൻ കൂടിയാണ്. കഴിവുകൾ കൊണ്ട് ലോകം അറിയപ്പെടേണ്ടുന്ന വ്യക്തിയാണ് കുറുപ്പ് വൈദ്യർ. ആരും അറിയപ്പെടാതെ ഗ്രാമാതിർത്തിയിൽ വനത്തിനോട് ചേർന്ന് കാടിൻ്റെ മറവിൽ ഒളിഞ്ഞു കിടക്കുന്ന വിലമതിക്കാനാവാത്ത മുത്താണ് വൈദ്യർ. ബ്രഹ്മചാരിയായ വൈദ്യർ ഏകനാണ്. അതുകൊണ്ട് തന്നെ സായിപ്പിൻ്റെ ബംഗ്ലാവിൽ താമസിച്ചുകൊണ്ട് സായിപ്പിന് സുഖചികിത്സ ആരംഭിച്ചു. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. സായിപ്പും വൈദ്യരും ആത്മാർത്ഥ സുഹൃത്തുക്കളായി. മാന്ത്രികനായ വൈദ്യരെ ബംഗ്ലാവിൽ സ്ഥിരമായി താമസിപ്പിച്ചു. ഏകനായ നാരായണക്കുറുപ്പിന് അതൊരു ആശ്വാസമായി. സായിപ്പിനും മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും സായിപ്പ് മുൻകാലത്ത് പഠിച്ചിട്ടുണ്ട്. കാലങ്ങൾ കടന്നുപോയി. സായിപ്പ് വൈദ്യരിൽ നിന്ന് സംസ്കൃതം പഠിച്ച ശേഷം മാന്ത്രികവും വൈദ്യവും പഠിച്ചു. എസ്റ്റേറ്റിൻ്റെ ഒരു അതിർത്തി കാക്കുന്ന ഉയർന്ന മലയുടെ മുകളിൽ കൂറ്റൻ പാറയുടെ മറവിൽ മാന്ത്രിക വിദ്യ കൊണ്ട് അവർ ഒരു മായ കൊട്ടാരം നിർമ്മിച്ചു. സായിപ്പും മാന്ത്രിക വൈദ്യനും അദൃശ്യമായ ആ കൊട്ടാരത്തിൽ താമസമാക്കി. അനാഥരായ 2 സ്ത്രീകളെയും ഒരു പുരുഷനെയും കണ്ടെത്തി കൊട്ടാരത്തിലെ ജോലികൾക്കായി നിയമിച്ചു. മാന്ത്രിക നിയന്ത്രണത്തിലായവർ നിശബ്ദമായി പണിയെടുത്തു. അവിടെ താമസിച്ചു. അനാഥരായതുകൊണ്ട് മറ്റെവിടെയും പോകേണ്ടതില്ലല്ലോ. അവർ 5 പേരുടെയും ലോകം മായ കൊട്ടാരത്തിനുള്ളിൽ മാത്രമായി ഒതുങ്ങി. എസ്റ്റേറ്റ് മാനേജർ ജെയിംസ് ക്യാപ്റ്റനും സൂപ്പർവൈസർ ചന്ദ്രന്മാരാരും ചേർന്ന് എസ്റ്റേറ്റ് കാര്യങ്ങൾ ഭംഗിയായി നോക്കി നടത്തി. വരുമാനത്തിൻ്റെ പകുതിയും അവർ സ്വന്തം കീശയിലാക്കി. എല്ലാം സായിപ്പ് അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും പ്രതികരിക്കാറില്ല. കാരണം സായിപ്പിന് പണത്തിൻ്റെ ആവശ്യമില്ല. വേണ്ടതെല്ലാം മാന്ത്രിക വിദ്യയാൽ മായ കൊട്ടാരത്തിലെത്തും. സായിപ്പിനും മാന്ത്രിക വൈദ്യനും ഒരേ ഒരു മോഹം മാത്രമേ ഉള്ളൂ. ലോകം ഉള്ളതുവരെയും ജീവിച്ചിരിക്കണം. അതിനു വേണ്ടുന്ന ഒറ്റമൂലികളും കൂട്ടുമരുന്നുകളും സേവിക്കുന്നുണ്ട്. കൂടെ മാന്ത്രികവും. ലോകത്തിലെ ആദ്യത്തെ ചിരഞ്ജീവികളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവർ ഒരു കാര്യം മാത്രം അറിഞ്ഞില്ല. ഓർക്കാപ്പുറത്ത് അവരുടെ മരണം. സായിപ്പും ജെയിംസും ചന്ദ്രനും ഇടയ്ക്കിടെ പൊയ്കയിൽ ബംഗ്ലാവിൽ ഒത്തുകൂടുന്ന പതിവുണ്ടായിരുന്നു. ബോധപൂർവം മദ്യപിപ്പിച്ച് അബോധാവസ്ഥയിലാക്കിയിട്ട് സായിപ്പിനെ കൊണ്ട് മുദ്രപത്രങ്ങൾ ഒപ്പുവയ്പ്പിച്ചിരുന്നു. ചികിത്സയും പഠനവും ഒക്കെയായി വൈദ്യരോടൊപ്പം
കൂടിയ ശേഷം താഴ്വരയിൽ ജെയിംസനും ചന്ദ്രനുമായുള്ള മദ്യസേവ നിന്നുപോവുകയായിരുന്നു. പൊയ്കയിലെ മദ്യസേവ തുടരേണ്ടത് ജെയിംസിൻ്റെയും ചന്ദ്രൻ്റെയും ആവശ്യമായിരുന്നതിനാൽ അവർ സായിപ്പിനെ സംസാരത്തിലൂടെ വശീകരിച്ച് വീണ്ടും പൊയ്കയിലെ മദ്യസേവ പുനരാരംഭിച്ചു. സായിപ്പിനോടൊപ്പം വൈദ്യരും ഉണ്ടായിരുന്നു. മദ്യപിച്ച അബോധാവസ്ഥയിലായ സായിപ്പിനെയും വൈദ്യരെയും ജെയിംസും ചന്ദ്രനും കൂടി ഒളിഞ്ഞിരുന്ന് വെടിവെച്ചു കൊന്നു. കാലങ്ങളായി പുറം ലോകവുമായി ബന്ധം ഇല്ലായിരുന്ന സായിപ്പിനെയും വൈദ്യരെയും ആരും അന്വേഷിച്ചതുമില്ല. രണ്ടുപേരുടെയും ശവശരീരം ജെയിംസും ചന്ദ്രനും കൂടി മറവ് ചെയ്തു. കുഴിയിലിട്ട് കത്തിച്ച് ചാരമാക്കി മണ്ണിട്ട് മൂടി. അമരത്വത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്ന അവരുടെ ആത്മാക്കൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. സാധാരണ ആത്മാക്കളെപ്പോലെ ആയിരുന്നില്ല. ശരീരം നഷ്ടപ്പെട്ടെങ്കിലും അവർ സർവബോധത്തോടും കൂടിയായിരുന്നു. അവർ കരസ്ഥമാക്കിയ സർവവും ശരീരത്തോടൊപ്പം നശിക്കാതെ ആത്മാവിനൊപ്പം നിലകൊണ്ടു. അവർ പൊയ്കയിലെ ബംഗ്ലാവിലെത്തി. അവരുടെ മാന്ത്രിക ശക്തിയാൽ കത്തിച്ചാരമായി പോയ അവരുടെ ശരീരത്തിൻ്റെ സ്വരൂപത്തിൽ തന്നെ മറ്റൊരു ശരീരം സൃഷ്ടിച്ചു. ഷർട്ട് മാറ്റുന്ന പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ധരിക്കുകയും മാറ്റുകയും ചെയ്യാവുന്ന ശരീരം. താഴ്വരയിലെ മഞ്ഞ് മൂടിയ ബംഗ്ലാവിൽ നിന്ന് അവർ മലമുകളിലെ മായക്കൊട്ടാരത്തിലെത്തി. 2 മുറിയിൽ താമസിച്ചിരുന്നവർ താമസം 1 മുറിയിലാക്കി. കാഴ്ചയിൽ ശരീരമുണ്ടെങ്കിലും ഉണ്ണുവാനോ കുടിക്കുവാനോ കഴിയില്ല. നേരം പുലർന്നു. ജാലകത്തിന് പുറത്തേക്ക് നോക്കിയ ഇരുവരും പെട്ടെന്ന് മുഖം തിരിച്ചു. പ്രകാശത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ലെന്ന സത്യം അവർ മനസ്സിലാക്കി. പകൽ സമയങ്ങളിൽ കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞു. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി ഇഷ്ടമുള്ളിടത്തൊക്കെ ഇഷ്ടം പോലെ സഞ്ചരിച്ച് ശരീരത്തോട് കൂടിയും ശരീരമില്ലാതെയും. അവരുടെ സ്വഭാവത്തിലും വളരെ മാറ്റങ്ങൾ സംഭവിച്ചു. സൽസ്വഭാവികളും സന്മാർഗികളുമായിരുന്നവർ വിപരീതമായ സ്വഭാവത്തിന് ഉടമകളായിത്തീർന്നു. അവർ ആലോചിച്ചപ്പോൾ അവർക്കിനി ജോലിക്കാരുടെ ആവശ്യം ഇല്ലെന്ന് മാത്രമല്ല, അവർ ഇനി ഇവിടെയുള്ളത് ശല്യമാവുകയും ചെയ്യും. അവരെ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അവർക്ക് കുടിക്കുവാനോ കഴിക്കുവാനോ കഴിയില്ലെങ്കിലും എന്തിനു വേണ്ടിയോ അവർക്ക് ദാഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ജോലിക്കാരൻ പണിയെടുക്കുന്നതിനിടയിൽ കൈവിരൽ മുറിഞ്ഞു രക്തമൊഴുകി. ശരീരത്തിൽ മുറിവുണ്ടായാൽ സായിപ്പ് മരുന്ന് വെച്ച് കൊടുക്കും. പതിവുപോലെ സായിപ്പിൻ്റെ അടുത്തേക്ക് ഓടി വന്നു കാര്യം പറഞ്ഞു. മുറിവുണ്ടായ കൈ സായിപ്പിൻ്റെ നേരെ നീട്ടി. രക്തം കണ്ടപ്പോൾ സായിപ്പിന് എന്തെന്നറിയാത്തൊരു ദാഹം, ഒരു ആർത്തി അനുഭവപ്പെട്ടു. വേലക്കാരനെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അകത്ത് കയറിയുടൻ കതകടച്ചു. പെട്ടെന്ന് അതിയായ ആവേശത്തോടെ സായിപ്പ് വേലക്കാരൻ്റെ മുറിവ് ഉണ്ടായ കൈവിരൽ സ്വന്തം വായ്ക്കുള്ളിൽ വച്ച് വായടച്ചു. എല്ലാം കണ്ടുനിന്ന വൈദ്യർ പെട്ടെന്ന് ഡോർ ലോക്ക് ചെയ്തു. സായിപ്പ് വായിൽ വച്ച വേലക്കാരൻ്റെ വിരലിൻ്റെ മുറിവിൽ നിന്നും രക്തം വലിച്ചു കുടിച്ചു. ശരീരത്തിൽ രക്തം കുറയുന്നതിനൊപ്പം വേലക്കാരൻ്റെ ബോധം മറഞ്ഞുകൊണ്ടിരുന്നു. സായിപ്പിൻ്റെ ഊഴം കഴിഞ്ഞ് വൈദ്യരും വേലക്കാരൻ്റെ ശരീരത്തിലെ രക്തം മുഴുവനും ഇരുവരും ഊറ്റി കുടിച്ചു. ജീവനറ്റ ശരീരം മലയുടെ മറുവശത്ത് അഗാധമായ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തിനു വേണ്ടിയാണ് അവർക്ക് ദാഹം അനുഭവപ്പെട്ടതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. രക്തം സേവിച്ചതോടെ അവരുടെ പൈശാചികത പൂർണ്ണതയിലെത്തി. ഉള്ളിൽ ഉറഞ്ഞുകിടന്ന പ്രതികാരം ഇരുവരിലും ഉണർന്നു. ആവേശമായി. വേലക്കാരികളായ സ്ത്രീകളെയും രക്തം കുടിച്ചു കൊന്നു. ജെയിംസും ചന്ദ്രനും സായിപ്പിൻ്റെ താഴ്വരയിലെ ബംഗ്ലാവിൽ താമസമാക്കി രാജാക്കന്മാരെ പോലെ ജീവിക്കുകയാണ്. ഒരു ദിനം പകൽ 3 മണി സമയം പൊയ്കയിലെ ബംഗ്ലാവിലെ ലാൻഡ് ഫോൺ ശബ്ദിച്ചു. ജെയിംസ് ഫോൺ എടുത്തു. മറുവശത്ത് റോയ്സൺ സായിപ്പിൻ്റെ ഘനഗംഭീരമായ ശബ്ദം മുഴങ്ങി. ഹലോ ജെയിംസ്, ഈവനിങ്ങിൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ നിങ്ങളോടൊപ്പം അവിടെയാണ്. അത്രയും പറഞ്ഞ് ആ ശബ്ദം നിലച്ചു. ജെയിംസ് ഭയന്നു വിറച്ച് വിയർത്തു. വേഗം പോയി ചന്ദ്രനോട് വിവരം പറഞ്ഞു. സ്വപ്നമല്ല, സത്യമാണെന്ന് എത്ര പറഞ്ഞിട്ടും ചന്ദ്രനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ ശരീരങ്ങൾ ചാരമാക്കി മണ്ണിൽ മറവ് ചെയ്തതാണ്. ആരും അറിയുന്നവർ തമാശയ്ക്കോ മറ്റോ സ്വരം മാറ്റി വിളിച്ച് കളിപ്പിച്ചതാവാം. എത്രയും വേഗം നമുക്കിവിടെ നിന്ന് പോകണം.
പെട്ടെന്ന് റെഡിയായി വരൂ. അത്രയും പറഞ്ഞ് ജെയിംസ് റൂമിലേക്ക് പോയി. അത്യാവശ്യം സാധനങ്ങൾ ഒരു ബാഗിനുള്ളിലാക്കി പോകാൻ തയ്യാറായി ചന്ദ്രൻ്റെ മുന്നിൽ വന്നു. റെഡിയാവാതെ അതേപടി ഇരിക്കുന്നത് കണ്ട് ജെയിംസ് ചോദിച്ചു, നീ വരുന്നില്ലേ? സാറ് പോയിട്ട് വാ. സായിപ്പ് വരുന്നെങ്കിൽ അവരോടൊപ്പം 2 അടിച്ച് ഞങ്ങളിവിടെ ആഘോഷമാക്കും. സാറ് പോയിട്ട് വാ. ജെയിംസ് പിന്നെ ഒന്നും പറഞ്ഞില്ല. വേഗം ഭാഗമായി ബംഗ്ലാവിന് പുറത്തേക്ക് പാഞ്ഞു. മഞ്ഞു മൂടിയ ഏലക്കാടിൻ്റെയിലൂടെയുള്ള വഴിയിലൂടെ വേഗത്തിൽ ചുരം കയറി. സൂര്യപ്രകാശം എത്തി നോക്കാത്ത താഴ്വരയുടെ മങ്ങിയ വെളിച്ചത്തിൽ ഒരാൾ വഴിയിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നു. തോട്ടം പണിക്കാരാകുമെന്ന് കരുതി ജെയിംസ് അയാളുടെ അടുത്തെത്തിയതും അയാൾ ജെയിംസിന് നേരെ തിരിഞ്ഞു. അയാളെ കണ്ട് ജെയിംസ് ഞെട്ടിപ്പോയി. അത് മാന്ത്രിക വൈദ്യനായിരുന്നു. പൊയ്കയിലെ ബംഗ്ലാവിൽ നിന്ന് ജെയിംസ് പോയ ഉടൻ റോയ്സൺ സാഹിബ് അവിടെ പ്രത്യക്ഷമായി. ആ കാഴ്ച കണ്ട് ചന്ദ്രൻ കണ്ണു തള്ളി ഉടൻ ബോധം മറഞ്ഞു. അല്പം കഴിഞ്ഞു ചന്ദ്രൻ അബോധാവസ്ഥയിൽ നിന്നും ഞെട്ടി ഉണർന്നു. ചാടി എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. സായിപ്പ് അയാളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ അങ്ങ് പോയാലോ? നമുക്ക് 2 അടിച്ച് പൊളിക്കാമെന്നേ. മദ്യവും വെള്ളവും ഗ്ലാസും എല്ലാം സായിപ്പ് തന്നെ മേശമേൽ എടുത്തു വച്ചു. 2 ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചു. എല്ലാം കണ്ട് ഭയന്നു നിന്ന ചന്ദ്രൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് മദ്യം കൊടുത്തു. കയ്യിലിരുന്ന് വിറയ്ക്കുന്ന ഗ്ലാസ്സിലെ മദ്യം ചന്ദ്രൻ ഒറ്റ വലിക്ക് അകത്താകുന്നത് കണ്ടുകൊണ്ടാണ് വൈദ്യരും ജെയിംസും അകത്തേക്ക് വന്നത്. വൈദ്യർ മദ്യം നിറഞ്ഞിരുന്ന ഗ്ലാസ് എടുത്ത് ജെയിംസിന് കൊടുത്തു. അയാളത് വാങ്ങി കുടിച്ചു. ജെയിംസും ചന്ദ്രനും പരസ്പരം നോക്കി. ഇരുവരുടെയും മുഖത്തെ ഭയം കണ്ട് നിന്ന സായിപ്പും വൈദ്യരും ഉച്ചത്തിൽ ചിരിച്ചു. ആ ശബ്ദം മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ജെയിംസിനെയും ചന്ദ്രനെയും മേശയ്ക്ക് ചുറ്റും പിടിച്ചിരുത്തി അവരെ നിർബന്ധിച്ചും പേടിപ്പിച്ചും മദ്യം കുടിപ്പിച്ചുകൊണ്ടിരുന്നു. അബോധാവസ്ഥയിലായപ്പോൾ 2 പേരുടെയും ശരീരത്തിലെ രക്തം മാന്ത്രികനും സായിപ്പും ഊറ്റിക്കുടിച്ചു. അവരെ മരണത്തിലേക്ക് അയച്ചു. ശവശരീരങ്ങൾ കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷിപ്പാൻ കൊടുത്തു. സായിപ്പും വൈദ്യരും മാന്ത്രിക കൊട്ടാരത്തിലെത്തി വിശ്രമത്തിലാണ്ടു. 1 ആഴ്ച കഴിഞ്ഞു. അവർ ദാഹം അനുഭവപ്പെട്ടു. മനുഷ്യരക്തം കിട്ടാത്തപ്പോൾ മൃഗങ്ങളുടെ രക്തം പാനം ചെയ്യാറുണ്ട്. ആ രാവിൽ കാട്ടുമൃഗങ്ങളുടെയും വരവും കാത്ത് താഴ്വരയിലെ ബംഗ്ലാവിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് റോബിനും ബെൻസനും പതുങ്ങി ബംഗ്ലാവിന് നേരെ നടക്കുന്നത് കണ്ടത്. സായിപ്പും വൈദ്യരും അവരെയും കൊണ്ട് മലമുകളിലെ മാന്ത്രിക മായ കൊട്ടാരത്തിലേക്ക് പറന്നു. മദ്യലഹരിയിലായിരുന്ന നോവിനെയും ബെൻസനെയും വീണ്ടും മദ്യം കുടിപ്പിച്ച് ബോധം ഇല്ലാതെയാക്കി. സായിപ്പ് നോബിൻ്റെ കഴുത്തിലെ രക്തക്കുഴൽ കടിച്ചു മുറിച്ചു. നോബിൻ അബോധാവസ്ഥയിലും ഒന്ന് വിളഞ്ഞു. സായിപ്പ് നോബിൻ്റെ രക്തം കുടിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു തളർച്ച അനുഭവപ്പെടുന്നതായി മനസ്സിലായതും സായിപ്പ് നോവിനെ വിട്ട് പിന്മാറി. സായിപ്പിൻ്റെ കോമ്പല്ലുകൾ നോവിൻ്റെ കഴുത്തിലുണ്ടാക്കിയ മുറിപ്പാടിൽ നിന്നും ഒഴുകിയ രക്തം വൈദ്യരെന്ന പിശാച് ആർത്തിയോടെ നുണഞ്ഞു. സായിപ്പിനുണ്ടായ അതേ അനുഭവമാണ് ഉണ്ടായത്. ഇരുവർക്കും പറഞ്ഞറിയിക്കാനാവാത്ത അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. സന്മാർഗികളായവർക്ക് കുറേയൊക്കെ വിധിയെ തടഞ്ഞു നിർത്താനാവും. എന്നാൽ ദുർമാർഗികൾക്ക് അല്പനേരത്തേക്ക് സാധിക്കുമെങ്കിലും തുടരാൻ കഴിയില്ല. വിധിയാണ് ഇവിടെ പൈശാചിക ശക്തികൾക്ക് അന്തകനായി നോബിൻ്റെ രൂപത്തിൽ വന്നത് എന്ന് വേണം കരുതാൻ. ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നോബിൻ്റെ രക്തം ആര് തന്നെ സേവിച്ചാലും ഉടൻ തന്നെ അവർ ഇല്ലാതെയാകും എന്നത് ഉറപ്പാണ്. നോബിൻ്റെ രക്തം സേവിച്ച സായിപ്പിൻ്റെയും വൈദ്യരുടെയും മാന്ത്രിക നിർമ്മിതമായ മായ ശരീരം ഇല്ലാതെയായി. ഒപ്പം അവരുടെ പൈശാചിക ശക്തിയും നശിച്ചുപോയി. സാധാരണ മനുഷ്യരുടെ ആത്മാക്കളെപ്പോലെ തന്നെ ഈ ലോകത്തു നിന്നും പോയി. നേരം പുലർന്നു. സൂര്യൻ്റെ ചൂടേറ്റ് നോബിനും ബെൻസനും കണ്ണുകൾ തുറന്നു. മഞ്ഞു മൂടിയ താഴ്വരയ്ക്ക് മതിലായി മലയുടെ മുകളിൽ കൂറ്റൻ പാറയുടെ മറവിൽ പുൽത്തകരയിൽ കിടന്നവർ എഴുന്നേറ്റ് നിന്നു. എവിടെയാണ്, എങ്ങനെ ഇവിടെ എത്തി? നോബിനും ബെൻസനും ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. സായിപ്പിൻ്റെ മാന്ത്രികമായ കൊട്ടാരം ഉണ്ടായിരുന്ന സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് അവർ അറിയാതെ നിൽക്കുമ്പോഴാണ് ബെൻസൻ അത് കണ്ടത്. നോബിൻ്റെ കഴുത്തിലെ 2 മുറിപ്പാടുകളിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്നു.
അവിടെ നിന്നുകൊണ്ട് ഭയത്തോടെ അവർ ആ കാഴ്ച കണ്ടു. റോയ്സൺ സായിപ്പ് ജീവിച്ചിരുന്ന സായിപ്പിൻ്റെയും മാതൃ വൈദ്യൻ്റെയും പ്രേതങ്ങൾ വിരഹിച്ചിരുന്ന മഞ്ഞ് മൂടിയ താഴ്വര. ശുഭം.